അർച്ചന ഗംഗോത്രി ഭാഗം 33. ഗംഗ ബെഡിൽ കമന്ന് കിടക്കുകയായിരുന്നു. കാർത്തിക് കൂടെ ഇല്ലാത്ത ആദ്യത്തെ ദിവസം. അവനെപ്പറ്റി ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. ഹലോ കാർത്തിയേട്ടാ. എന്താടി പെണ്ണേ, നിന്റെ ശബ്ദത്തിനൊരു ഇടർച്ച. എന്താ പെണ്ണിൻ്റെ ഒരു സങ്കടം? അവൻ്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അവൻ്റെ സകല ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. ഞാൻ നിൻ്റെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. വിഷ്ണുവിനും അയച്ചു. ജയ്പൂരിലാണ് അവൻ്റെ താമസം. അവിടെ ഒരു ചെറിയ ഗ്രാമത്തിൽ. പക്ഷെ വമ്പ സെറ്റപ്പാ. ആ ഗ്രാമത്തിലെ തലവൻ ഇവനാണ്. ഇവിടെ മുഴുവനും അവൻ്റെ ആളുകളും. അവൻ്റെ ആളുകളെ തൊട്ടാൽ മന്ത്രിമാർ വരെ അവർക്ക് വേണ്ടി ഇറങ്ങും. മന്ത്രി വിക്രമൻ്റെ വലങ്കയ്യ. മുംബൈയിലായിരുന്നു അവൻ്റെ താമസം. അവൻ്റെ അപ്പൻ അവിടുത്തെ ഒരു ദാതയായിരുന്നു. അമ്മ അവിടെ ചുവന്ന തെരുവിലെ ഒരു വേശ്യ. രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലായി. ഒരു ദിവസം അയാൾ അവളെ വിളിച്ചുകൊണ്ടുപോയി. ദാതയായിരുന്ന അയാൾ അതൊക്കെ വിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അവൻ്റെ അമ്മയെ പരിചയമുള്ള പലരും അവരെ തേടിയെത്തി. അതുകൊണ്ട് അയാൾക്ക് പഴയ കുപ്പായ അണിയേണ്ടി വന്നു. അവർക്ക് 2 പുത്രന്മാരുണ്ടായി, ജാവേദും ജിബ്രാനും. ജിബ്രാൻ മൂത്ത മകന്, ജാവേദ് ഇളയ മകൻ. അങ്ങനെ രണ്ടുപേരും അപ്പൻ്റെ പാത പിന്തുടർന്നു. ഗുണ്ടാ സംഘത്തിലെ നേതാക്കന്മാരായി. പല സംസ്ഥാനങ്ങളിൽ നിന്ന് അവരെ അന്വേഷിച്ച ആളുകൾ അവിടെ എത്തി. അങ്ങനെ ഏതോ കൊട്ടേഷന് വേണ്ടി നാട്ടിൽ വന്നതായിരുന്നു. അന്ന് ഗംഗയുടെ സംഭവത്തിന് ശേഷം അവന്മാർ തിരിച്ച് മുംബൈയിലേക്ക് പോയി. രക്ഷിക്കാൻ തലപ്പത്തുള്ളവർ ഉള്ളപ്പോൾ അവരെന്തിനാ പേടിക്കണേ? കേസന്വേഷണം ശരിയായ രീതിയിൽ നടക്കാത്തതിൻ്റെ കാരണം അതായിരുന്നു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം ജ്യേഷ്ഠൻ വിവാഹിതനായി. പിന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും അനുജനും തമ്മിൽ എന്തോ രഹസ്യബന്ധം. അത് ജ്യേഷ്ഠൻ അറിഞ്ഞു. അന്നു മുതൽ രണ്ടുപേരും തമ്മിൽ മുട്ടനടിയാണ്. അതിനിടയിൽ എന്തോ അപകടത്തിൽപ്പെട്ട് അവരുടെ അച്ഛൻ മരിച്ചു. അമ്മ ഇളയ മകനുമായിട്ട് ജയ്പൂരിലേക്ക് പോയി. അവിടെയുള്ള അവരുടെ സ്വത്തൊക്കെ അമ്മ ചോദിച്ചു വാങ്ങി. പിന്നെ തിരിച്ച് മുംബൈയിലേക്ക് പോയെങ്കിലും അധിക നാൾ അവിടെ നിൽക്കാൻ പറ്റിയില്ല. അനുജനുമായി ചേട്ടൻ വീണ്ടും വഴക്കിലായി. ഭാര്യയെ അയാൾ ഉപേക്ഷിച്ചു. അനുജനെ പേടിച്ചിട്ടാണ് ഉപേക്ഷിച്ചത്. വീണ്ടും അമ്മയും ഇളയ മകനും കൂടി ജയ്പൂരിലേക്ക് വന്നു. മുംബൈയിൽ ജിബ്രാൻ വലിയ ദാതയായി. അവിടെ ജിബ്രാൻ തെരുവ് എന്ന പേരിലാണ് ഒരു ഭാഗം അറിയപ്പെടുന്നത്. അവിടുത്തെ പ്രധാന തൊഴിൽ വേശ്യാവൃത്തിയാണ്. ഖദീജ എന്ന സ്ത്രീയാണ് അവരുടെ ലീഡർ. അവിടുത്തെ സ്ത്രീകൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10%-ത്തിൽ 5% ജിബ്രാനാണ്, 2% ഖദീജയ്ക്ക്. ബാക്കി മാത്രമേ ആ സ്ത്രീകൾക്ക് കിട്ടുകയുള്ളൂ. ജിബ്രാനിലൂടെയും ഖദീജയിലൂടെയും അല്ലാതെ ആർക്കും അകത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. ജാവേദും അമ്മയും അതുപോലെ തന്നെ ജയ്പൂർ കൈയടക്കി. അവിടെ ഏട്ടനെ വെല്ലുന്ന രീതിയിൽ അനിയൻ വളർന്നു. കള്ളും കഞ്ചാവും മയക്കുമരുന്നും കച്ചവടം തുടങ്ങി. അങ്ങനെ അയാളുടെ സാമ്രാജ്യം വളർന്നു. ഇപ്പോൾ അവിടെ അയാൾക്ക് വലിയ വീടും തോട്ടവും ഒക്കെയുണ്ട്. ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ അയാളുടെ പിന്നാലെ. അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പോലീസ് പോലും ആ ഗ്രാമത്തിലേക്ക് കയറില്ല. ആരെങ്കിലും പരിചയമില്ലാത്തവർ അങ്ങോട്ട് കയറിയാൽ അവരുടെ കയ്യിൽ ഒരു തെറ്റാലി ഉണ്ട്. അതുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തും. അതിനുള്ള പരിശീലനം ചെറുപ്പം മുതൽ അവർക്ക് കിട്ടും. എറിഞ്ഞു വീഴ്ത്തിയ ആളിനെ മരത്തിൽ കെട്ടിത്തൂക്കും. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് വിചാരണ. മിക്കവാറും ആളുകളെ കൊന്നിട്ടുണ്ട്, കാർത്തി പറഞ്ഞു. അപ്പോൾ നമ്മൾ മുട്ടാൻ പോകുന്നത് ഒരു ചെകുത്താനോടാണ് അല്ലേ? അത് സാരമില്ല, എന്നാലും ഞാൻ പിന്മാറില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാനെന്തിനാ പേടിക്കുന്നത്? ആ തെറ്റാലി കൊണ്ട് തന്നെ ഞാൻ അവനെ വീഴ്ത്തും. അവൻ്റെ ഗ്രാമത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? ഗംഗ ചോദിച്ചു. ജാവേദ് നഗർ. പിന്നെ എൻ്റെ സങ്കടം അതൊന്നും അല്ലായിരുന്നു കേട്ടോ. എനിക്കൊരു കെട്ടിയവനുണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് രാവിലെ ജോലിക്കെന്ന് പറഞ്ഞു പോയി. അയാളുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ശീലിച്ചു പോയി. എന്ത് ചെയ്യാനാ? അതൊരു രോഗമാണോ? ഞാൻ കുറ്റക്കാരിയാണോ? നിങ്ങൾ പറയേ. ഗംഗ പറഞ്ഞു. അയ്യോടാ, നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാപ്പോൾ. എൻ്റെ ഭാര്യ എന്നെ ജോലിക്ക് പറഞ്ഞു വിട്ടു. എൻ്റെ സങ്കടം അവൾക്കൊരു വിഷയമേ അല്ല. അല്ലെങ്കിൽ പറയില്ലായിരുന്നോ പോവണ്ട എന്ന്? അവൾ അതുപോലും പറഞ്ഞില്ല. കാറിൽ കയറുന്നത് വരെ ഞാൻ പ്രതീക്ഷിച്ചു. എന്തായാലും നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ ഒരുപോലെയാ. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങ് പ്രണയിച്ചാലോ? കാർത്തി ചോദിച്ചു. അതിപ്പോൾ
എനിക്ക് ആലോചിക്കണം. 24 മണിക്കൂർ തരണം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. എങ്കിൽ പിന്നെ എനിക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി കെട്ടിപ്പിടിച്ചൊരു ഉമ്മതാ. ഇന്ന് ഞാൻ ശ്രമിച്ചതാ വരാൻ വേണ്ടി. പക്ഷെ ജോലി തീർന്നില്ല. ഒരു പുതിയ കേസിൻ്റെ ചുമതല. ആ ഫയലൊന്ന് പഠിക്കണം. മറ്റന്നാൾ ഞാൻ അവിടെ എത്തും. 2 ദിവസം അവധി ചോദിച്ചതാ, പക്ഷെ ചീറ്റിപ്പോയി. കാർത്തി പറഞ്ഞു. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ജോലിക്ക് കയറി ദിവസം തന്നെ അവധി ചോദിച്ചിരിക്കുന്നു. എൻ്റെ കാർത്തിയേട്ടനെ കൊണ്ട് ഇതൊക്കെ സാധിക്കും. ഗംഗ ചിരിച്ചു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ വഴക്ക് പറയല്ലേ. ഞാൻ നാളെ ജയ്പൂരിലേക്ക് പോവുകയാണ്. പേടിക്കണ്ട, കൂടെ വിഷ്ണുവേട്ടനും ഉണ്ടാവും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്തിരിപ്പിക്കാൻ നോക്കരുത്. കാരണം കാർത്തിയേട്ടൻ പറഞ്ഞതാ, എൻ്റെ ജോലിയിൽ ഇടപെടില്ല, തടസ്സമാകില്ല എന്ന്. എനിക്ക് ഉറപ്പ് തന്നിരുന്നു. അതുകൊണ്ട് പ്ലീസ് ഒന്നും പറയരുത്. കാർത്തി ഒരു നിമിഷത്തേക്ക് നിശബ്ദനായി. മോളെ, ഞാൻ നിൻ്റെ ജോലിയിൽ ഒരിക്കലും തടസ്സമാകില്ല. പക്ഷേ എനിക്കും വേദനിക്കുകയും സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഹൃദയമുണ്ട് എന്ന് നീ മറക്കരുത്. എനിക്കറിയാം നീ എന്തിനാ ജയ്പൂരിൽ പോകുന്നതെന്ന്. ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ ഇവിടെ ജോലി ചെയ്യും? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കൊരു ഭയവും തോന്നുന്നില്ലേ? നീ എന്നെക്കുറിച്ചൊന്ന് ആലോചിച്ചേ. എൻ്റെ മാനസികാവസ്ഥ നീ ചിന്തിക്കാത്തത് എന്താ? 2 ദിവസം കാത്തിരിക്കെ, ഞാൻ കൂടി വന്നിട്ട് പോകാം. കാർത്തി പറഞ്ഞു. കാർത്തിയേട്ടൻ എന്നെ വിശ്വാസമില്ലേ? ഞാൻ അപകടത്തിലൊന്നും ചാടില്ല. എത്ര വർഷമായി ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നതാ. കാർത്തിയേട്ടൻ അറിയില്ലേ അത്? എന്തായാലും ഞാൻ രാവിലെ പോകും. അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. തുടരും.